നമസ്കാരം. ഏകദേശം 50 കോടി വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയിലെ ജീവൻ്റെ പരിണാമത്തിൽ സംഭവിച്ച അതീവ ദുരൂഹമായൊരു പ്രതിഭാസത്തിലേക്ക് വെളിച്ചം വീശുന്ന പുതിയ പഠന വിവരങ്ങൾ പുറത്ത് വന്നിരിക്കുകയാണ്. കേംബ്രിയൻ കാലഘട്ടത്തിലെ ഫോസിൽ രേഖകളിൽ ഇതുവരെ കാണാതിരുന്ന ഒരു അധ്യായമാണ് ശാസ്ത്രജ്ഞർ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഫോസിൽ ഗവേഷകർക്കിടയിൽ ഫ്യൂറോഗിയൻ ഗ്യാപ്പ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണിത്. ഈ പ്രത്യേക കാലഘട്ടത്തിന് തൊട്ട് മുൻപും ശേഷവും ഭൂമിയിൽ ജൈവവൈവിധ്യത്തിൻ്റെ വലിയൊരു സ്ഫോടനം തന്നെ ഫോസിൽ രേഖകളിൽ ദൃശ്യമാണ് എങ്കിലും ഈ കൃത്യം സമയത്തെ ജൈവവൈവിധ്യത്തിൻ്റെ വലിയൊരു കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് ശാസ്ത്രലോകത്തെ ദീർഘകാലമായി ആശയക്കുഴപ്പത്തിലാക്കിയിരുന്നത്. പുരാതന കടലുകളിലെ ഓക്സിജൻ്റെ കുറവ്, മാറിക്കൊണ്ടിരിക്കുന്ന സമുദ്ര രസതന്ത്രം, തണുത്തുറയുന്ന കാലാവസ്ഥ അല്ലെങ്കിൽ പരിസ്ഥിതിയിലെ അസ്ഥിരത എന്നിവ കാരണമുണ്ടായ ഒരു യഥാർത്ഥ ജൈവ പ്രതിസന്ധിയുടെ തെളിവാണ് ഈ തകർച്ച എന്നാണ് ഇതുവരെ ശാസ്ത്രലോകം കരുതിയിരുന്നത്. എന്നാൽ BMC ബയോളജി എന്ന ജേണലിൽ പ്രസിദ്ധീകരിച്ച പുതിയ പഠനം ഇതിനൊരു ബദലാശയം മുന്നോട്ട് വയ്ക്കുന്നു. ഫ്യൂറോഗിയൻ കാലഘട്ടം എന്നത് ജൈവവൈവിധ്യത്തിൽ ഉണ്ടായ ഒരു യഥാർത്ഥ തകർച്ച അല്ല എന്നും മറിച്ച് ശാസ്ത്രജ്ഞർ തിരച്ചിൽ നടത്തിയ സ്ഥലങ്ങളിലെയും പഠനവിധേയമാക്കിയ പാറകളിലെയും പോരായ്മയാണെന്നുമാണ് പുതിയ കണ്ടെത്തൽ വ്യക്തമാക്കുന്നത്. ഭൂമിയുടെ ചരിത്രത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവ് എത്രത്തോളം അപൂർണമാണെന്ന് ഓർമ്മിപ്പിക്കുന്നതാണ് ഈ പഠനം. കാനഡയിലെ ക്യൂബക്കിൽ നിന്നാണ് 50 കോടി വർഷം പഴക്കമുള്ള ആർത്രോപോഡ് വിഭാഗത്തിൽപ്പെട്ട ഒരു പുതിയ ജീവിയുടെ ഫോസിൽ ശാസ്ത്രജ്ഞർ കണ്ടെത്തുന്നത്. ചിലന്തികൾ, തേളുകൾ എന്നിവയുടെ പരിണാമത്തിലേക്ക് നയിച്ച വംശപരമ്പരയുമായി ബന്ധമുള്ള ആദ്യകാല ആർത്രോപോഡുകളുടെ അപൂർവ വിഭാഗത്തിലാണ് ഈ ഫോസിൽ ഉൾപ്പെടുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അക്കാലത്തെ ഫോസിലുകൾ സംരക്ഷിക്കപ്പെടുന്നതിന് അനുയോജ്യമാണെന്ന് ശാസ്ത്രജ്ഞർ ഇതുവരെ കരുതാതിരുന്ന ഒരു ഭൂമിശാസ്ത്രപരമായ സാഹചര്യത്തിൽ നിന്നാണ് ഇത് കണ്ടെത്തിയിട്ടുള്ളത് എന്നതാണ്. മാഗ്നികോർണാസ്പിസ് ഗാർവുഡി എന്നാണ് ഈ ഫോസിലിന് പേരിട്ടിരിക്കുന്നത്. വിശാലമായ തലയിലെ കവചങ്ങൾ, ഖണ്ഡങ്ങളായി തിരിച്ചിരിക്കുന്ന ശരീരങ്ങൾ, പ്രതിരോധത്തിനായുള്ള മുള്ളുകൾ എന്നിവയുള്ള കോർകാർനാഡിസ് എന്ന നിഗൂഢമായ ആദ്യകാല ആർത്രോപോഡ് ഗ്രൂപ്പിലാണ് ഈ ജീവി ഉൾപ്പെടുന്നത്. കേംബ്രിയൻ, ഓർഡോവിഷ്യൻ കാലഘട്ടങ്ങളിൽ നിന്നുള്ള ചുരുക്കം ചില സ്പീഷീസുകൾ മാത്രമാണ് ഈ ഗ്രൂപ്പിൽ നിന്ന് ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളത്. തലയിൽ നിന്ന് മുന്നോട്ട് നീണ്ടു നിൽക്കുന്ന 2 വലിയ മുള്ളുകളാണ് ഈ ജീവികളുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ വലിയ മുള്ളുകൾ ഇവയെ മുൻപ് കണ്ടെത്തിയിട്ടുള്ള സമാന ജീവികളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നു. ശത്രുക്കളിൽ നിന്നുള്ള പ്രതിരോധത്തിനായിട്ടാണ് ഇവ ഇത്തരം മുള്ളുകൾ ഉപയോഗിച്ചിരുന്നത് എന്നാണ് ഇപ്പോൾ കരുതുന്നത്. 1962 ക്യൂബക്കിലെ സെൻറ്റ് ആൻഡീല പെക്കിയാറ്റിന് സമീപം നടന്ന ഭൂമിശാസ്ത്രപരമായ മാപ്പിങ്ങിനിടയിലാണ് ഈ ഫോസിൽ ശേഖരിക്കപ്പെടുന്നത്. കേംബ്രിയൻ കാലഘട്ടത്തിൻ്റെ അവസാനത്തിൽ ആഴക്കടലിലെ ചരിവുകളിൽ രൂപപ്പെട്ട റിവിയർ ദി ലൂപ്പ് ഫോർമേഷനിലെ മണ്ണുകല്ലുകൾക്കിടയിൽ നിന്നാണ് ഇത് കണ്ടെത്തിയത്. ഈ പാറകൾക്ക് മുൻപ് ഫോസിൽ ഗവേഷകർക്കിടയിൽ വലിയ ശ്രദ്ധ ലഭിച്ചിരുന്നില്ല. ദശാബ്ദങ്ങളായി വാഷിംഗ്ടൺ DC സ്മിത്സോണിയൻ നാഷണൽ മ്യൂസിയം ഓഫ് നാച്ചുറൽ ഹിസ്റ്ററിയുടെ ശേഖരത്തിൽ ആരും ശ്രദ്ധിക്കാതെ കിടക്കുകയായിരുന്നു ഈ അപൂർവ ഫോസിൽ. ഈ കണ്ടെത്തൽ പാലിയൻറ്റോളജിയിലെ ഒരു പ്രധാന യാഥാർത്ഥ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒന്നായി മാറുന്നു. വലിയ കണ്ടെത്തലുകൾ എല്ലായ്പ്പോഴും ഫീൽഡ് വർക്കുകളിൽ നിന്ന് നേരിട്ട് ഉണ്ടാകണമെന്നില്ല. കഴിഞ്ഞ നൂറ്റാണ്ടിൽ ശേഖരിക്കപ്പെട്ടതും കൃത്യമായി പഠന വിധേയമാക്കാത്തതുമായ ധാരാളം വസ്തുക്കൾ മ്യൂസിയം ശേഖരങ്ങളിൽ ഉണ്ട് എന്നതാണ് വസ്തുത. കേംബ്രിയൻ കാലഘട്ടത്തിൻ്റെ അവസാന കാലം ജീവനില്ലാത്ത അല്ലെങ്കിൽ ശൂന്യമായൊരു ലോകമായിരുന്നു എന്ന പഴയ ധാരണയെ തിരുത്തുന്നതാണ് പുതിയ കണ്ടെത്തൽ. ചൈനയിൽ നിന്നും സ്വീഡനിൽ നിന്നും ലഭിച്ച 49.7 മുതൽ 48.5 കോടി വർഷം മുൻപുള്ള സമാനമായ ഫോസിൽ പഠനങ്ങളും ഇതേ സൂചനയാണ് നൽകുന്നത്. അന്നത്തെ ആവാസ വ്യവസ്ഥകൾ വൈവിധ്യമാർന്നതും പാരിസ്ഥിതികമായി സങ്കീർണവുമായിരുന്നുവെന്ന് ഇവ വ്യക്തമാക്കുന്നു. ചുരുക്കത്തിൽ ഫ്യൂറോഗിയൻ ഗ്യാപ്പ് എന്നത് ജീവൻ്റെ ഒരു കൂട്ടത്തോടെയുള്ള തകർച്ചയല്ല, പകരം മനുഷ്യർ എവിടെയൊക്കെ ഫോസിലുകൾ തിരഞ്ഞു, ശേഖരിച്ചു, പഠിച്ചു എന്നതിനെ അടിസ്ഥാനമാക്കി ഉണ്ടാക്കിയ ഒരു ആന്ത്രോപോജനിക് ബയാസ് അഥവാ മനുഷ്യസഹജമായ പക്ഷപാതിത്വം അല്ലെങ്കിൽ പോരായ്മ മാത്രമാണ് ഈ വിടവിന് കാരണം എന്നാണ്. വെബ് ഡെസ്ക് തത്വമൈ TV.